ഓർമ്മകളിലെ പൂക്കളെ വരയ്ക്കാൻ തുടങ്ങിയ കഴിഞ്ഞ വീഡിയോയിൽ സജഷൻ ആയി വന്ന പേരുകളിലൊന്നാണ് കാക്കപ്പൂവ്. ഈ പേരിൽ 2 തരം പൂക്കളെ എനിക്ക് പരിചയമുണ്ട്. കമൻറ്റ് ചെയ്ത ആൾ ഇതിലേതാണ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നോർത്ത് കുറച്ച് ആശങ്കയോടെ രണ്ടും വരയ്ക്കാമെന്ന് വിചാരിച്ചു. വരയിൽ ആദ്യ പരിശ്രമങ്ങളാണേ. അപ്പോൾ 2 പൂക്കളെയും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. കാക്ക എന്ന പക്ഷിയോടോ അതിൻ്റെ കറുപ്പ് നിറത്തോടോ ഒരു ബന്ധവുമില്ലാത്ത കടും നീല അഴകുകളാണ് കാക്കപ്പൂക്കൾ. നാട്ടുവേലികളിൽ ധാരാളമായി വളർന്നു നിന്ന ഈ വലിയ പൂക്കളാണ് എൻ്റെ ബാല്യത്തിലെ കാക്കപ്പൂക്കൾ. വേലിയിൽ ഇവ നിറഞ്ഞു പൂത്താൽ അവിടെ ഒരു വയലറ്റ് വസന്തം തന്നെ. കനത്ത പച്ച ഇലകൾക്കിടയിൽ മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു ഇവ. ഓണത്തിന് ചാണകം മെഴുകി പൂക്കളമിടാനായി പറിച്ചെടുക്കുമായിരുന്നു ഞങ്ങൾ ഈ പൂക്കളെ. കാക്കപ്പൂക്കളെ ഓർമ്മപ്പെടുത്തിയ ശ്രീഹർഷിന് ഒത്തിരി സ്നേഹത്തോടെ 2ാമത്തെ പൂ കണ്ടാലോ? മാടായിപ്പാറയിലെ പൂക്കാലങ്ങളുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് കേട്ടോ ഈ കുഞ്ഞൻ കാക്കപ്പൂക്കളെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. സത്യത്തിൽ ഞാൻ ഈ പൂക്കളെ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ഓർമ്മയിൽ നിറയെ പുല്ലുകൾക്കിടയിൽ ചിറക് വിരിച്ച പോലെ ഇതളുകളുള്ള നീലപ്പൂക്കളായിട്ടാണ് ആ ചിത്രം എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാക്കപ്പൂവിൻ്റെ നീല ഏത് നീലയാണെന്ന് കുറേ ആലോചിക്കേണ്ടി വന്നു. പൂക്കൾ ഇഷ്ടമായെങ്കിൽ പറയണേ. പിന്നെ പൂക്കളുടെ പേരുകൾ എഴുതിയത് ഏതാണ് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമായതെന്നും അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി ഏത് പൂവ് വേണം? നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്ന ആ പൂവ് ഏതാ? പറയണേ.